യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നയിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവേ, അങ്ങയുടെ വലിയ സംരക്ഷണയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, ഓരോ മാതാപിതാക്കളെയും, ഓരോ യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ നിയോഗ പ്രാർത്ഥന ബോക്സിൽ എഴുതി സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ചുള്ള അവരുടെ ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ ദൈവം ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ സന്നദ്ധിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കായി അവരുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിൽക്കുന്നവർ പാറമേൽ അടിസ്ഥാനമിട്ട് അതിൽ ഭവനം പണിയുന്ന മനുഷ്യനെ പോലെയാണ്. വെള്ളം പൊങ്ങിയെന്നിരിക്കും, തിരമാലകൾ ആഞ്ഞടിച്ചെന്നിരിക്കും, കൊടുങ്കാറ്റ് വീശിയെന്നിരിക്കും, പക്ഷേ അതിനെ തകർക്കാൻ കഴിയില്ല, അതിനെ വീഴ്ത്താൻ കഴിയില്ല, ഇല്ലാതാക്കാൻ കഴിയില്ല, മറിച്ചിടാൻ കഴിയില്ല. ദൈവവചനത്തിൽ നിൽക്കുന്ന നിങ്ങളെ ആ പാറമേൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. തകർക്കാൻ ഒരു പ്രശ്നത്തിനും പ്രതിസന്ധിക്കും കഴിയാത്ത വിധം ദൈവവചനമാകുന്ന ആ പാറമേലാണ് ഇന്നും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആയിരിക്കുന്നത്. ദൈവവചനമാകുന്ന പാറമേലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഒന്നിനും മറിച്ചിടാനോ വീഴ്ത്താനോ ഒരു ദുഷ്ടശക്തിക്കും പുറമേയുള്ള സ്വാധീനങ്ങൾക്കും അന്ധകാര സ്വാധീനങ്ങൾക്കും കഴിയാത്ത വിധമാണ് നിങ്ങളെ ദൈവം അതിൽ ഉറപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടെ ആയിരിക്കാം. ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയെ, മനസ്സിനെ എല്ലാം ഈ വചനക്കേൾവിയിലേക്ക് അല്പസമയം തിരിക്കാം. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്ന ഒരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു, തലമുറയില്ലായിരുന്നു. 3-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, എന്നാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. 2-3 വാക്യങ്ങൾ അവരോട് ദൈവം സംസാരിക്കുന്നതാണ്. നിനക്ക് മക്കളില്ല, നിനക്കൊരു കുഞ്ഞു ജനിക്കും. അടുത്ത ഭാഗം 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അനുഗ്രഹമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ആ കുടുംബത്തെ ദൈവം ഒരുക്കുന്നത് കണ്ടോ? ഒരനുഗ്രഹത്തെ കൊടുക്കാൻ ദൈവം അവരെ ഒരുക്കുവാണ്. കുഞ്ഞു ജനിക്കാൻ പോവാണ്, നിനക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഒരു തലമുറ, അനുഗ്രഹമുള്ളൊരു തലമുറയ്ക്കായി ആ വീടിനെ, ആ വീട്ടിലുള്ളവരെ ദൈവം ഒരുക്കുന്നു. ശരിക്കും നമ്മളിങ്ങനെ മുടങ്ങാതെ എല്ലാ ദിവസവും വചനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഒരു വലിയ നന്മയ്ക്ക്, അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ, നമ്മുടെ വീട്ടിലുള്ളതിനെ, വീടിനെയൊക്കെ ദൈവം ഒരുക്കുന്നുണ്ട്. നമ്മളെ ഒരുക്കുവാണ് ദൈവം.
നീ സൂക്ഷിക്കണം. ഒരു അനുഗ്രഹമുള്ളൊരു തലമുറ ഉണ്ടാകാൻ അവിടെ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുവാണ്. സൂക്ഷിക്കണം. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. എന്തിനാ അവരോട് ഒരുങ്ങാൻ പറഞ്ഞെന്നറിയാമോ? അനുഗ്രഹമുള്ളൊരു തലമുറ ഉണ്ടാകാൻ. സാധാരണ നിലയിലല്ല ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞാകുന്നത്. അവൻ വളർന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൻ വലിയ കാര്യങ്ങൾ, ദൈവപ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. അനുഗ്രഹമുള്ളൊരു തലമുറയ്ക്കായി ആ വീടിനെ, ആ വീട്ടിലുള്ളവരെ ദൈവം ഒരുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്ക്, നിങ്ങൾ ചിന്തിക്കും, എല്ലാ ദിവസവും ഇങ്ങനെ വചനം കേൾക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരനുഗ്രഹത്തിനായി, അനുഗ്രഹമുള്ളൊരു തലമുറയ്ക്കായി ഇന്നേ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. അല്ല, അതൊക്കെ എനിക്കറിയാം, എന്നെ ആരൊന്നും അധികം പഠിപ്പിക്കുകയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം വിലയുള്ളതിനൊക്കെയും നമ്മളൊരു വിലയും കൊടുക്കണം. വിലയുള്ളതിന് വില കൽപ്പിക്കുമ്പോഴേ അതൊരനുഗ്രഹമാകത്തുള്ളൂ. ഒന്നും വെറുതെ ഇരിക്കുമ്പോൾ കയ്യിലോട്ട് തനിയെ വരത്തില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സൂക്ഷിക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ചില കാര്യങ്ങളിൽ ദൈവത്തിൽ ശക്തമായി ആശ്രയിക്കണം. അനുഗ്രഹമുള്ളൊരു തലമുറയ്ക്കായി ദൈവം ഇതാ ഒരുക്കുന്നു, ഒരു വീടിനെ ഒരുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ, അനുഗ്രഹമുള്ളൊരു തലമുറയുണ്ടാകാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ദൈവം നിങ്ങളെയും ഒരുക്കട്ടെ. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കുകയാണ്. ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ചില നന്മകൾക്കും ദൈവം മുന്നേ ചില ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ഞാൻ ഒരുപക്ഷെ ഒരു നിമിത്തമാകാം, ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാകാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി മുന്നേ ഒരുക്കാൻ ദൈവത്തിൻ്റെ ഒരു നിയോഗം മാത്രമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാവരും ഈ വചനം ഇന്നേ ദിവസം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഒരുക്കുന്നു, ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ ഒരനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുക്കുന്നു. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ദൈവവചനം കേൾക്കുന്നതിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഇന്നും നാളെയും വ്യാഴം വെള്ളി ദിവസങ്ങളാണ്, ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറുന്നു. ശനി ഞായർ ദിവസങ്ങൾ, ശനിയാഴ്ച നമ്മൾ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വൈദികർക്കും, ദൈവശുശ്രൂഷ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, ദേശത്തും വിദേശത്തും വിവിധ രാജ്യങ്ങളിലും മിഷണറിയായും ഒക്കെ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച. ഞായറാഴ്ച എല്ലാ സിസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ സമർപ്പിതർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന 2 ദിവസങ്ങളാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ആരുമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു പുരോഹിതനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു സിസ്റ്ററാണ്, അല്ലെങ്കിൽ എൻ്റെ മകനൊരു വൈദികനാണ്, എൻ്റെ സഹോദരനൊരു വൈദികനാണ്, ഇങ്ങനെയൊക്കെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരോട് പറയുക, ശനിയാഴ്ച എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ വൈദികരുണ്ട്, അസുഖമായി കിടക്കുന്നവരുണ്ട്, കിടന്ന കിടപ്പിലായവരുണ്ട്, മിഷണറിയായി വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. നമുക്കെല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ നയിക്കുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛന്മാരെ നമുക്ക് ഓർക്കാം. രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ മെത്രാന്മാർക്ക് വേണ്ടി, തിരുമേനിമാർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭയിൽ
ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന 2 ദിവസങ്ങളാണ് ശനി ഞായർ. നിങ്ങളുടെ പരിചയമുള്ളവർ, പ്രിയപ്പെട്ടവർ, കുടുംബക്കാർ ഒക്കെ ആരെങ്കിലുമൊക്കെ ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ഒരു സമർപ്പിതയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി അറിയിക്കുക. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ കരങ്ങളെ, ജീവിതങ്ങളെ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താം. ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവട് പിടിച്ചുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഇന്ന് കേട്ടത് ഒരു കുടുംബത്തെ, അനുഗ്രഹമുള്ളൊരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ആ കുടുംബത്തെ ദൈവം ഒരുക്കുന്നതാണ്. കർത്താവെ, വലിയൊരു അനുഗ്രഹത്തിനായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കുന്നതിന് നന്ദി. ശുശ്രൂഷകളെ ഒരുക്കുന്നതിന് നന്ദി. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയെ അനുഗ്രഹമാക്കുന്നതിന് നന്ദി. ഈ ആലയത്തിൽ ഇന്നുവരെ ലഭിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അൾത്താരയിൽ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരുകളെ, അവരെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ വചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴി തെറ്റിപ്പോകാതെ ഉള്ളംകൈയിൽ എന്ന പോലെ വചനശക്തിയിൽ അവരെ സൂക്ഷിക്കണമേ. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട്. അവരുടെ കുടുംബം, ജീവിതം, വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സകലതിനെയും ഓർക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ ഈ ജനത്തിൻ്റെ നേരെ നീട്ടണമേ, ഈ കുടുംബത്തിൻ്റെ നേരെ നീട്ടണമേ. അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കണമേ. വഴി തുറക്കാനിടയാകണമേ. ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങളെല്ലാം മാറ്റണമേ. രോഗങ്ങൾ സൗഖ്യമാകണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും പരാജയപ്പെട്ട് നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും എല്ലാ തരത്തിലും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. പിന്നെയോ വചനം കേട്ടവർ ആ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും സംരക്ഷിക്കപ്പെടുന്നുവെന്നും ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് ഉയർത്തപ്പെടുന്നുവെന്നും ഞങ്ങൾക്ക് കേൾക്കുവാനും അറിയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ഇടയാകത്തക്ക വിധം, അതിന് മുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും ഇടയാകത്തക്ക വിധത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന പ്രാർത്ഥനയുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ വലിയവനായ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ശനി ഞായർ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഒരറിയിപ്പായി സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.